പെരിങ്ങാലയിൽ അച്ഛനും മകനും തമ്മിലുള്ള തർക്കം. മകൻ വെട്ടേറ്റ് മരിച്ചു. ആലക്കുട പഞ്ചായത്തിലെ പെരിങ്ങാലയിൽ പരിക്കനിലത്ത് രാഘവന്റെ മകൻ സനലാണ് മരിച്ചത്. പിതാവ് രാഘവനെ വെട്ടേറ്റ പരിക്കുകളുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:30 സംഭവം. ആലക്കോട് പോലീസ് സ്ഥലത്തെത്തിയാണ് രാഘവനെ ആശുപത്രിയിൽ എത്തിച്ചത്. 15 വർഷത്തോളമായി അച്ഛനും മകനും ഒരു വീട്ടിലാണ് താമസം. മാതാവ് വിജയമ്മ നേരത്തെ മരണപ്പെട്ടതാണ്. കൊലപാതകത്തിന്റെ കാരണം എന്തെന്നറിയില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. ഒരു 9-9 കാലയപ്പത്തിന് ഫോൺ വിളിച്ചിങ്ങനെ പറഞ്ഞ ആളെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2-3 നാളിങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ സാഹചര്യം ഇങ്ങനെ കിടക്കുന്ന കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ആംബുലൻസ് വിളിച്ചു. പരിക്കേറ്റ ആളെ നേരെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വിട്ടു. അതിനുശേഷം പോലീസ് വിളിച്ച് പറഞ്ഞു നിങ്ങൾ അവരെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് വിടുകയത് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അത് പോലീസും എല്ലാം വന്ന് അങ്ങനെയുണ്ട്. ഹോസ്പിറ്റലിൽ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്കാനിങ് കയറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ആ പ്രത്യേകം വീട്ടിൽ തന്നെ 50 വർഷത്തെ വീട്ടിൽ തന്നെ പറമ്പും കാര്യങ്ങളും അച്ഛനും മാത്രമേ ഉള്ളൂ. മദ്യപിക്കുന്ന ശീലം മദ്യപിക്കലുണ്ട്. പിന്നെ ഒരു മാനസികത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങൽ കുറവാണ്. അപൂർവമായിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങലുള്ളൂ. ഒന്നിച്ച് അച്ഛൻ മോൻ തന്നെ ഒന്നിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു. എത്ര വയസ്സിൻ്റെ മരിച്ചത്? ഒരു 48-49 സനലിന്. അച്ഛനും നല്ല വയസ്സുണ്ടല്ലേ? പുള്ളി ഒന്നുമില്ല, വീട്ടിൽ തന്നെ. ഇവിടെ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഒന്നും ചെയ്തില്ല, ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉള്ളത്. ഒരു 10 മണിയെങ്കിലും ആയി. പിന്നെ ഞാൻ ചെന്നാമക്ക് പിന്നെ പെരിങ്ങാലയുണ്ടായിരുന്നു ചെന്നാമക്കിൽ. അവിടുന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്നത്. അന്നേരം വണ്ടി ആംബുലൻസ് പോകുന്നത് കണ്ടായിരുന്നു, ഞാൻ അതിൽ പോകുന്നത് കണ്ടായിരുന്നു. അല്ല, അച്ഛനും മോനും അങ്ങനെ പ്രശ്നമുള്ള കേസാണ്. ഞാൻ ഇവന് വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. അച്ഛനാ മകന് വേണ്ടിയിട്ട്. ഞാൻ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്ന. പക്ഷെ അവിടെ നിന്നും പുള്ളി ഇവിടെ വന്ന് നിൽക്കുന്നു. അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നും നമുക്കൊന്നും അല്ലേ, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അച്ഛനും മോനും അത് ആ രീതിയിലുള്ള ജീവിതം ഉണ്ടായിരുന്നത്. അവനെ ശരി ഞാൻ പറയാം, മരുന്ന് ഒക്കെ കഴിച്ച് വയനാട്ടിലൊക്കെ കൊണ്ടുപോയി ചികിത്സയൊക്കെ കൊടുത്തായിരുന്നു. അതിനിടയ്ക്ക് അരവഞ്ചാലിൽ കൊണ്ടുപോയില്ല, അരവഞ്ചാലിൽ കുറച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ അച്ഛനും മോനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഒന്നും ഉണ്ടായിട്ട് നമുക്ക് അറിവിലുമില്ല. കാരണം നമ്മളായിട്ട് അത്ര ലോകി അടുത്ത ബന്ധുക്കളെ പോലെ തന്നെ നമ്മൾ. പെട്ടെന്നാണ് അമ്മ മരിച്ചത്. അപ്പോൾ അതിനുശേഷം മരിച്ചു 25 വർഷം. പിന്നെ അച്ഛനും മോനും മാത്രമാണ് താമസം. പിന്നെ സഹോദരി ഉള്ളത്? അവൻ പുറത്താണ് ജോലി കൊണ്ട്.